നമസ്കാരം. ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക്. ആദ്യ ദിനം റെക്കോർഡ് കളക്ഷനുമായി ദിലീപ് ചിത്രം ഭയം ഭക്തി ബഹുമാനം ബബ്ബബ്ബ 7.2 കോടിയാണ് ആദ്യ ദിനം കേരളത്തിൽ നിന്നും ചിത്രം വാരിക്കൂട്ടിയത്. വലിയ ഇടവേളയ്ക്ക് ശേഷം ഒരു ദിലീപ് ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന കളക്ഷനാണ് ചിത്രം നേടിയിരിക്കുന്നത്. ചിത്രത്തിന് ഉയർന്ന വലിയ ഹൈപ്പും മോഹൻലാലിന്റെ അതിഥി വേഷവും കളക്ഷൻ ഉയരാൻ കാരണമായിട്ടുണ്ട്. ഒടിയൻ, KGF 2, ലിയോ, എമ്പുരാൻ, കൂലി എന്നീ സിനിമകളാണ് ഇതിനു മുമ്പ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ആദ്യ ദിനം 7 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയത്. അഡ്വാൻസ് ബുക്കിംഗിലും ബബ്ബബ്ബയ്ക്ക് മികച്ച പ്രതികരണം ലഭിച്ചിരുന്നു. മണിക്കൂറിൽ 10,000-ന് മുകളിൽ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ പ്ലാറ്റ്ഫോമിലൂടെ വിറ്റുപോയിരിക്കുന്നത്. ഏകദേശം 1 കോടിക്ക് മുകളിലാണ് ആദ്യ ദിനം മാത്രം പ്രീ സെയിൽ ബിസിനസ്സിലൂടെ ചിത്രം നേടിയിരിക്കുന്നത്. ക്രിസ്മസ് റിലീസുകളിൽ ആദ്യം എത്തുന്ന സിനിമ കൂടിയാണ് ഭയം ഭക്തി ബഹുമാനം. ഭയം ഭക്തി ബഹുമാനം കേരളത്തിൽ നിന്ന് മാത്രം ആദ്യ ദിനം 7 കോടിക്ക് മുകളിൽ നേടിയിട്ടുണ്ട്. വേൾഡ് വൈഡായി ആദ്യ ദിനം ഭയം ഭക്തി ബഹുമാനം 15 കോടിക്ക് മുകളിൽ നേടിയിട്ടുണ്ട് എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ട്. ഭയം ഭക്തി ബഹുമാനം ഇന്നലെ മാത്രം 600-ൽ കൂടുതൽ എക്സ്ട്രാ ഷോസ് ആണ് ആഡ് ആയിട്ടുള്ളത്. PR വർക്കും ഫാൻസും ഉണ്ടായിട്ടും ദിലീപിന്റെ സിനിമകളെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ലല്ലോ എന്ന വിമർശന ചോദ്യവുമായി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു നടി ആയതുകൊണ്ടല്ല, അവളൊരു സ്ത്രീ ആയതുകൊണ്ടാണ് അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നതെന്നും അവളുടെ പോരാട്ടം ഒരു കരുത്താണെന്നും ഭാഗ്യലക്ഷ്മി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. അതിജീവിതയുടെ പുതിയ സിനിമയുടെ പോസ്റ്റർ ഇട്ടിട്ട് ആ സിനിമ കാണാൻ ആരൊക്കെ പോകും എന്നൊരു പോസ്റ്റ് കണ്ടു. അതിൽ കൂടി റീച്ച് ഉണ്ടാക്കാൻ ഒരു ശ്രമം, ഇങ്ങനെയും ചിലർ പറയുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ അവളോടൊപ്പം നിൽക്കുന്നവർ അവളൊരു നടി ആയതുകൊണ്ടല്ല, ഒപ്പം നിൽക്കുന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ടാണെന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നു. അവൾക്ക് സംഭവിച്ചതുപോലെ മറ്റൊരു പെൺകുട്ടിക്കും ഇവിടെ സംഭവിക്കാതിരിക്കട്ടെ എന്നും ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർത്തു.